മാജിക്കൽ സിറ്റിയിലേക്കാണ് യാത്ര. ഞാൻ പോകുന്നത് സ്കോട്ട്ലൻഡിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള എഡിൻബ്രയിലോട്ടാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ യാത്ര ഞാൻ ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു യാത്രയാണ്. രാവിലെ 6 മണി ആയപ്പോൾ ഉണ്ടല്ലോ ഒരു വെളിപാട്, ഒന്ന് പോയേക്കാം, എവിടെയെങ്കിലും പോയേക്കാം എന്നുള്ളൊരു മൈൻഡായിരുന്നേ. അപ്പോൾ ഒന്നും നോക്കിയില്ല, എഡിൻബ്ര തന്നെ ചൂസ് ചെയ്തു. അങ്ങനെ ഫ്ലിക്സ് ബസ്സിൽ പോവാമെന്ന് കരുതി. അങ്ങനെ അതിൽ ബുക്ക് ചെയ്തു. റിട്ടേൺ ടിക്കറ്റും സെയിം ബസ്സിൽ തന്നെ ബുക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങി. യാത്രയിലുടനീളം നമ്മൾ കാണുന്നത് നിറയെ പച്ചപ്പാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ള പ്രിൻസസ് സ്ട്രീറ്റിലോട്ട് എത്താറായി. അവിടെയാണ് എഡിൻബ്ര കാസിൽ. അങ്ങനെ റോഡിൽ ട്രാമൊക്കെ പോകുന്നുണ്ട്. ബസ് യാത്ര വളരെ സുഖമുള്ളൊരു ബസ് യാത്രയായിരുന്നു. വെറും 5 പാസഞ്ചേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അവർ സർവീസ് ചെയ്തു. പിന്നെ ഞങ്ങളുടെ ബസ്സിന് ഡ്രൈവർ ഒരു ലേഡി ആയിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അനൗൺസ്മെൻറ്റുകളും, നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം, ഇത് ഇന്ന സ്റ്റോപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള അനൗൺസ്മെൻറ്റുകളും എല്ലാം നല്ല ക്ലീൻ ആൻഡ് നീറ്റായിരുന്നു പുള്ളിക്കാരി. അങ്ങനെ ഞങ്ങളോട് ബൈ പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എഡിൻബ്ര കാസലിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ബസ് വന്നിറങ്ങുന്നത്. ഒരാൾ മണ്ണിൽ ഒരു നായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ ഇറങ്ങുന്ന സമയത്ത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് മേടിക്കാനായിട്ട് നടക്കുകയാണ് കേട്ടോ. ആ വഴിയിൽ കണ്ട കുറച്ച് കാഴ്ചകളാണ് ഇതൊക്കെ. അത് കഴിഞ്ഞ് ഫുഡൊക്കെ മേടിച്ച് ഞങ്ങൾ ഒരു സ്ഥലം തപ്പി ഇറങ്ങിയതാണ്. ഇരുന്ന് ഫുഡ് കഴിക്കണമല്ലോ, രാവിലെ ഒന്നും കഴിക്കാതെ വന്നതാണ് കേട്ടോ. 6 മണി ആയപ്പോൾ തുടങ്ങിയ ഒരു ഓട്ടമാണ്, ഇന്ന് പ്രതീക്ഷിക്കാതെ പോകുന്നൊരു യാത്ര. അങ്ങനെ ഇതാണ് കേട്ടോ ഞാൻ മേടിച്ചേക്കുന്ന ഫുഡ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നടന്ന് നീങ്ങുമ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള റോസ് ഫൗണ്ടൈൻ്റെ അടുത്തെത്തി. പുറകിലുള്ളത് എഡിൻബ്ര കാസിലാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഭംഗി എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. അത് നമ്മുടെ ക്യാമറയിൽ പതിയുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല. കാരണം ആ ഭംഗിയൊന്നും ക്യാമറയ്ക്ക് ഒപ്പാനാവില്ല. അങ്ങനെ ഞങ്ങൾ ഒരു മ്യൂസിയത്തിലും കൂടെ കയറിയായിരുന്നു കേട്ടോ, നാഷണൽ മ്യൂസിയം ഓഫ് സ്കോട്ട്ലൻഡ്. അത് കഴിഞ്ഞ് ബാക്ക് പൈപ്പറിൻ്റെ സംഗീതം കേട്ട് കുറച്ച് നേരം അവിടെ നിന്നു. ഈ ഒരു കെട്ടിടങ്ങളും പുറകിൽ ബാക്ക് പേപ്പർ സംഗീതവും ആണെങ്കിലുണ്ടല്ലോ അത് വേറൊരു ഫീലാണ്. അത് കഴിഞ്ഞ് വേൾഡ് ഓഫ് ഇല്യൂഷൻസിലേക്ക് വന്നു. അവിടെ ടിക്കറ്റ് കിട്ടുമെന്ന് ട്രൈ ചെയ്തു, പക്ഷേ സോൾഡ് ഔട്ടായിരുന്നു. അതും കഴിഞ്ഞ് എഡിൻബ്ര കാസലിലേക്ക് വന്നു. അവിടെയും സെയിം തന്നെയാണ്, ടിക്കറ്റുകളൊക്കെ സോൾഡ് ഔട്ടാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, തൊട്ടടുത്തുള്ള വീവിങ് മില്ലിലേക്ക് കയറി അവിടുന്ന് കുറച്ച് പർച്ചേസുകളൊക്കെ നടത്തി. വാക്കുകൾ കൊണ്ടൊന്നും വർണ്ണിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ഭംഗിയാണ് ഇവിടുത്തെ എല്ലാ കെട്ടിടങ്ങൾക്കും. കൂടാതെ മഴയും കൂടെ പെയ്തപ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെയൊക്കെ ഭംഗി ഇരട്ടിയായി എന്ന് തന്നെ വേണം പറയാൻ. നല്ല ഭംഗിയാണ് എല്ലായിടവും. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. അവരെല്ലാം ഓരോന്നും ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ക്യാമറ കണ്ണുകളിലൂടെ. അത് കഴിഞ്ഞ് നേരെ പോയത് വിക്ടോറിയ സ്ട്രീറ്റിലാണ് കേട്ടോ. ഹാരി പോട്ടർ കഥകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വിക്ടോറിയ സ്ട്രീറ്റ് ഒരു അത്ഭുതമായിരിക്കും. ഇനി അങ്ങോട്ട് മുഴുവൻ വഴിയോര കച്ചവടക്കാരുടെ ഒരു തിരക്ക് തന്നെയാണ്. കുറേ ഡ്രസ്സുകളും അതുപോലെ കുറേ വരകളും ആർട്ടുകളും ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസും അതൊന്നും കൂടാതെ ഫുഡും എല്ലാം നിറഞ്ഞൊരു വഴിയോര കച്ചവടം. ഇനി ഒരാളെയും കൂടെ കാണാനുണ്ട്. ആളെ കണ്ട് ആ മൂക്കയിലൊന്നും തൊടണം. അത് വേറെ ആരുമല്ല, നമ്മുടെ ബോബിയുടെ കഥ കേൾക്കാൻ താല്പര്യമുള്ളവർക്കായിട്ട് ഞാൻ ആ ഷോർട്സ് ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടൊരു മലയാളി റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ പോയത്. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പ്ലാൻ ചെയ്യാത്ത യാത്ര ആയതുകൊണ്ട് എവിടെയും കയറാൻ പറ്റിയില്ലെങ്കിലും പക്ഷേ ഞാൻ ബോബിയുടെ കഥയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഈ യാത്ര എത്രത്തോളം വേർത്താണെന്ന് ആ ഒരു മിനിറ്റിലാണ് തോന്നിപ്പോയത്. അങ്ങനെ അടുത്ത സ്ഥലമായിട്ടുള്ള സ്കോട്ട് മോണുമെൻറ്റിലേക്ക് വരികയാണെ. അവിടെയും ചെറിയൊരു മഴയുണ്ടായിരുന്നു. ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഉള്ളിൽ കയറാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ശരി, ബൈ.